ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡേ 5 ആയിരുന്നു. ഇന്ന് ലോവർ ബോഡിയാണ്. റെസ്റ്റ് ഡേ കഴിഞ്ഞുള്ള ദിവസമാണ് ഞാൻ മിക്കവാറും ലോവർ ബോഡി ചെയ്യാറുള്ളത്. പല ആൾക്കാർക്കും ഫസ്റ്റ് ഓഫ് ഞാനൊക്കെ ജിമ്മിൽ പോയ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഡൗട്ടുള്ള കാര്യമായിരുന്നു, ഏത് സ്പ്ലിറ്റാണ് ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ വർക്കൗട്ടാണ് ചൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എല്ലാ ബിഗിനേഴ്സിനും ഇത് ഡൗട്ടുള്ള കാര്യമായിരിക്കും. ഫസ്റ്റ് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് സ്പ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വർക്കൗട്ടിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ പാർട്ടിന് ഏതൊക്കെ വർക്കൗട്ടാണ്, അതെങ്ങനെയാണ് ഫോം കറക്റ്റാണ് പഠിക്കുക, അത് ലൈറ്റ് വെയിറ്റില്ല മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഫസ്റ്റ് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ നിങ്ങളുടെ ന്യൂട്രീഷൻ അനുസരിച്ച് വർക്കൗട്ട് സ്പ്ലിറ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് തന്നെയായിരിക്കും. സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു മസിൽസിന് സ്ട്രെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് കഴിഞ്ഞ് നിങ്ങൾ പ്രോട്ടീനിലേക്ക് ഒരു 1.5 ഗ്രാം നെമോ വരുമ്പോഴത്തേക്കും നിങ്ങളൊരു 2 ബോഡി പാർട്ട് എന്ന രീതിയിൽ ഒരു പുഷ് പുൾ ലെഗോ അതല്ലെങ്കിൽ അപ്പർ ബോഡി ലോവർ ബോഡി അങ്ങനെ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ ഏത് സ്പ്ലിറ്റ് ഫോളോ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ വർക്കൗട്ട് ഫോമും കറക്റ്റ് ആണെന്ന് നിങ്ങൾ ട്രെയിനോട് ചോദിച്ച് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ പ്രോഗ്രസ് ഓവർലോഡ് ചെയ്യുക. ഇതിന് ശേഷം വേണം നിങ്ങൾ വർക്കൗട്ട് സ്പ്ലിറ്റ് നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഒരു ബ്രോ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുഷ് പുൾ ലെഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് കൂടുതലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ന്യൂട്രീഷൻ വാല്യൂ നിങ്ങൾ അതിൻ്റെ കൂടുതൽ മാനേജ് ചെയ്യുന്നത്, അതിനനുസരിച്ച് വേണം നിങ്ങൾ വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്യാൻ. നമ്മൾ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ മസിൽ ഫൈബറിന് ഡാമേജ് ആക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനനുസരിച്ച് പ്രോപ്പർ റെസ്റ്റും ന്യൂട്രീഷനും തിന്നാതെ അത് ഗ്രോ ആകത്തില്ല. അപ്പോൾ നിങ്ങൾ ഏത് സ്പ്ലിറ്റ് ഫോളോ ചെയ്താലും നിങ്ങൾ ന്യൂട്രീഷൻ വാല്യൂ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗ്രോത്തും ഉണ്ടാവില്ല. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യുക. സ്പ്ലിറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന കാര്യം ഏകദേശം മനസ്സിലായി. വർക്കൗട്ട് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു.